ഗോവിന്ദേട്ടാ, എന്റെ ബ്ലൗസ് കുറച്ചൊന്ന് ടൈറ്റ് ആക്കണം. നീയല്ലേ ഇതിനിടയ്ക്ക് ഒരു ബ്ലൗസ് ലൂസാക്കി കൊണ്ടുപോയത്? അതേ ബ്ലൗസ് തന്നെ ഇത്. ഞാനിപ്പൊ കുറച്ചു മെലിഞ്ഞു. അത് കണ്ടിട്ട് തോന്നില്ലല്ലോ. ഈ ഗോവിന്ദേട്ടൻ ഇവിടെ ആരും ഇല്ലേ? അല്ല, നടരാജൻ ചേട്ടൻ എവിടെ? എന്താ വേണ്ടേ? ഓ, എന്താ ഇത്? കുറച്ചുകൂടി മയത്തിന് ചോദിച്ചൂടെ? 1 കിലോ പിണ്ണാക്കും 1/2 ലിറ്റർ എണ്ണയും. 45 രൂപ. കാശ് പിന്നെ തരാം. കടത്തിന്റെ ഏർപ്പാടുകൂടില്ല, കാശുള്ളത് വാങ്ങിച്ചാൽ മതി. ഞാൻ നാട് വിട്ടു പോകുന്നൊന്നുമില്ല. കടയടച്ചു പോകുമ്പം നിന്ന് കൊടുക്കാണ്ട് പോ. പാലില്ല, കട്ടൻ ചായ. കൊണ്ടുപോ, എനിക്ക് വേണ്ട. കൊണ്ടുപോടാ. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ചക്കാട്ട വാങ്ങി വേണ്ട, ഞാൻ പറയാം അച്ഛനോട്. എടാ കൊണ്ടുപോകാനാ പറഞ്ഞത്. അവന്റെ അച്ഛൻ എന്താടാ? എന്റെ ലീല. ലീല കൊണ്ടുപറ്റി. അവള് പോയി. എങ്ങനെയായിരുന്നു? അവള് ചത്തല്ല, എക്സൈസുകാര് പൊക്കിയതാ. 5 ലിറ്റർ ചാരായി അവര് പിടിച്ചു. എന്നാലും കാശ് കൊടുത്ത കേസ് എടുക്കില്ല എന്ന് പറഞ്ഞ 5000 രൂപ അവര് ചോദിച്ചു. ഞാനത് പറഞ്ഞ് 3000-ൽ ഒതുക്കിയിട്ടുണ്ട്. നോക്കിയേ, വേണം. ഞാൻ ഇവിടെ തരാനാ എന്റെ ഒറ്റ പൈസ. അതൊന്നും എനിക്കറിയണ്ട. 3000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ലീല ജയിലിൽ കയറും. എനിക്ക് അവളെ വിടിച്ചേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടന്റെ ഇല്ല കാശ്. അത് കൊള്ളാം. അപ്പൊ അവനോട് ചോദിച്ചാ പോരെ? ഇത് നിന്റെ കൂടി കാശല്ലേ? ചോദിച്ചു മേടിക്ക്. ഞാനിപ്പോ വരാം. അച്ഛൻ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? അച്ഛൻ ചോദിക്കുമ്പോഴേ നീ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ നിന്നാ മതി. ആടാ. അതെ, എനിക്ക് കുറച്ച് പണം വേണം. എന്തിനാ? അതേട്ടൻ അറിയണ്ട. ഒരു 3000 രൂപയുടെ ആവശ്യമുണ്ട്. 3000 രൂപയെ? ഇത്രയും രൂപയുടെ ആവശ്യം എന്താ നിനക്ക്? ഒരു വായ്പ തിരിച്ചു കൊടുക്കാനാ. നീ എന്തിനാ വായ്പ വാങ്ങിയേ? ഏട്ടൻ കാശും കിടക്ക്, എനിക്ക് പോണം. ഞാൻ നിനക്ക് ഒറ്റ പൈസ തരത്തില്ല ഇവിടുന്ന്. വേണമെങ്കിൽ അച്ഛൻ ചോദിക്കും.